തീരങ്ങളിൽ പൊട്ടിമുളയ്ക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വിൽപ്പനയ്ക്ക് വെക്കുന്നത് നമ്മുടെ സംസ്കാരം തന്നെയാണ്. ഇന്ന് ടൂറിസത്തിന്റെ മറവിൽ നടക്കുന്നത് മസാജ് സെന്ററുകളും സെക്സ് മാഫിയകളും സെക്സ് ടൂറിസവുമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ ഭാവിയിൽ ഈ സെക്സ് വ്യാപാരമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ സ്ത്രീകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതൊന്നും കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കത്തില്ല. ദാരിദ്ര്യത്തിന്റെ മുന്നിൽ അവരൊക്കെ അവരുടെ മാനം വിൽക്കുന്ന ഒരു സ്ഥിതിയാണ് പലപ്പോഴും ടൂറിസം കൊണ്ട് ഡെവലപ്പായിട്ടുള്ള പല രാജ്യത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുപോലെ കേരളവും ഒക്കെ ഇതുപോലെ സെക്സ് മാഫിയയെ കൊണ്ടുവന്ന് നിറച്ചിട്ട് ഞങ്ങളുടെ മക്കളെയൊക്കെ ഇതുപോലെ ഉപയോഗിച്ച് ഞങ്ങളുടെ സംസ്കാരത്തെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഞങ്ങളെയൊക്കെ ഈ തൊഴിൽ മേഖലയിൽ നിന്നും തെരുവുകളിലേക്ക് അല്ലെങ്കിൽ ചേരികളിലേക്ക് മാറ്റിവിടാനാണ് നമ്മുടെ സർക്കാർ, മാറി മാറി വരുന്ന സർക്കാർ കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ശ്രമിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ തിരിച്ചടിക്കും എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. അനിയന്ത്രിത ചൂഷണത്തിൽ വീർപ്പുമുട്ടുന്ന പ്രകൃതിയുടെ പ്രതികരണത്തിന് ഇരയാൻ വേണ്ടി വരുന്നതും തീരത്തിന്റെ മക്കൾ തന്നെ. സുനാമി അടക്കമുള്ള ദുരന്തങ്ങൾക്ക് അവരാണ് വില നൽകേണ്ടി വന്നത്. അതിനിടെയാണ് സുനാമി പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് തീരദേശത്തെ സംരക്ഷിക്കാനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന വനം, മത്സ്യബന്ധന, റവന്യൂ വകുപ്പുകൾ ഏകോപിപ്പിച്ച് ഹരിതതീരം പദ്ധതി നടപ്പാക്കുന്നത്. കടലിൽ നിന്ന് 200 മീറ്റർ അകലത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ജൈവവേലി നിർമ്മിക്കാനാണ് പദ്ധതിയിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കേരള തീരത്തെ 200 കിലോമീറ്റർ വിസ്തൃതിയിലാണ് ആദ്യഘട്ടത്തിൽ ജൈവവേലി നിർമ്മിക്കുക. 2 വർഷത്തിനുള്ളിൽ തീരദേശത്തു താമസിക്കുന്നവരെ കുടിയൊഴിപ്പിച്ച ശേഷം 165 കിലോമീറ്റർ നീളത്തിൽ കൂടി ജൈവവേലി വർദ്ധിപ്പിക്കും. പദ്ധതിയുടെ മറവിൽ തീരദേശവാസികൾ തീരത്തുനിന്നും പിഴുതെറിയപ്പെടുമോ? ജൈവവേലിയുടെ പേരിൽ ഒഴിപ്പിക്കുന്നവരെ എവിടെയായിരിക്കും പുനരധിവസിപ്പിക്കുക? ജൈവവേലികൾ എത്ര നാൾ നിലനിൽക്കും? ഒടുവിൽ അവ കച്ചവട താൽപര്യക്കാരുടെ കയ്യിൽ എത്തില്ലെന്ന് എന്താണ് ഉറപ്പ്? ഒഴിഞ്ഞുകിടക്കുന്ന തീരപ്രദേശത്തിനു പകരം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ തന്നെ വേലി നിർമ്മിക്കുന്നതിന് തെരഞ്ഞെടുത്തതിന്റെ കാരണമെന്ത്? ചോദ്യങ്ങളുടെ പട്ടിക നീളുകയാണ്. ഈ പദ്ധതിയുടെ ഉപദേഷ്ടാവും ഡോക്ടർ സ്വാമിനാഥൻ തന്നെയാണ് എന്നത് ഈ ചോദ്യങ്ങളുടെ പ്രസക്തി ഏറ്റുന്നു. എല്ലാ പദ്ധതികൾക്കും പണം നൽകുന്നത് ADB ആണ്. നമ്മുടെ തീരം കവർന്നെടുക്കാനുള്ള അന്താരാഷ്ട്ര അജണ്ടയെക്കുറിച്ച് ദുസ്സൂചനകൾ നൽകുന്നു സാമ്രാജ്യത്വ ഫണ്ടിംഗ് ഏജൻസിയുടെ ഈ സാന്നിധ്യം. പക്ഷേ കേരളം ജനകീയ ചെറുത്തുനിൽപ്പുകളുടെ കൂടി നാടാണ്. സമരങ്ങളുടെ നെരിപ്പോട് ഇവിടെ അണഞ്ഞുപോയിട്ടില്ല. ഒരു ജനത അവരുടെ കുടിലുകളിൽ നിന്നും വലിച്ചെറിയപ്പെടുമ്പോൾ, ജീവനോപാധികൾ നിഷേധിക്കപ്പെടുമ്പോൾ ആ നെരിപ്പോട് ആളിക്കത്താതിരിക്കുന്നത് എങ്ങനെ? ഇന്തോനേഷ്യയിൽ നടക്കം ഇവിടെ മീൻ വരാൻ പോകും, തായ്ലൻഡിൽ നിന്ന് മീൻ വരാൻ പോകുന്നു. നമ്മുടെ അറബിക്കടലിൽ നിന്നടക്കം പിടിച്ചുകൊണ്ടുപോകുന്ന മീൻ നമുക്ക് തന്നെ ഇറക്കുമതി ചെയ്തു അത് വിറ്റ് പണം വാങ്ങുന്ന ഒരു വലിയ സാഹചര്യത്തിലേക്കാണ് നാം പോകുന്നത്. അപ്പോൾ ഇറക്കുമതിയുടെ പേരിൽ, വിദേശ ട്രോളറിന്റെ പേരിൽ, കേന്ദ്ര നിയമത്തിന്റെ പേരിൽ, ഹരിതതീരം പദ്ധതിയുടെ പേരിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞു നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആഗോളവൽക്കരണത്തിന്റെയും പണക്കൊഴുപ്പിന്റെയും ഹുങ്കിൽ തീരത്തു നിന്നും മത്സ്യത്തൊഴിലാളികളെ അടർത്തി മാറ്റാമെന്ന് കരുതുന്ന പുത്തൻ ശക്തികൾക്ക് വിജയം അനായാസമാവില്ല.
തീരദേശത്തെ പുത്തൻ നിയമനിർമ്മാണങ്ങൾക്കെതിരെ രാജ്യമെമ്പാടും പൊട്ടിപ്പുറപ്പെടുന്ന സമരങ്ങൾ വിളിച്ചു പറയുന്നത് ഇതാണ്. ഇനിയും നമ്മളുറങ്ങല്ലേ, ഇനിയും നമ്മളുറങ്ങല്ലേ, നമ്മുടെ കടലും കരയുമളന്ന് നമ്മുടെ അന്നം കട്ടുമുടിക്കാൻ കൊള്ള കൂട്ടമടുത്തെത്തി. നമ്മുടെ അന്നം കട്ടുമുടിക്കാൻ കൊള്ള കൂട്ടമടുത്തെത്തി, കൊള്ള കൂട്ടമടുത്തെത്തി. തിരമാലകളുയരുന്നതുപോലെ തീരത്തുള്ളവയിൽ പോലെ, തിരമാലകളുയരുന്നതുപോലെ തീരത്തുള്ളവയിൽ പോലെ, കടലിനുള്ളു കലക്കം പോലെ കരിമേഘത്തിൻ കനൽ പോലെ, കടലിനുള്ളു കലക്കം പോലെ കരിമേഘത്തിൻ കനൽ പോലെ, നമ്മളുണർന്നൊന്നിച്ചെഴുന്നേറ്റാൽ ഞെട്ടിവിറക്കും കൊള്ളക്കാർ, തോറ്റുമടങ്ങും ചതിയന്മാർ. മീൻകാരന്റെ വിയർപ്പു കലർന്നിട്ടാണീ കടലിലെ ഉപ്പുരസം, മീൻകാരന്റെ വിയർപ്പ് കലർന്നിട്ടാണീ കടലിലെ ഉപ്പുരസം. മുക്കുവ മക്കളെ സ്വപ്നം ചാലിച്ചാണീ മണലിലെ അതിമിനുസം, മുക്കുവ മക്കളെ സ്വപ്നം ചാലിച്ചാണീ മണലിലെ അതിമിനുസം. ഞങ്ങളുടെ കുടില് പൊളിക്കാനാവില്ലെങ്ങടെ നെഞ്ചു പിളർക്കാതെ, ഞങ്ങളുടെ കുടില് പൊളിക്കാനാവില്ലെങ്ങടെ നെഞ്ചു പിളർക്കാതെ, ഈ മുന്നറിയിപ്പു മറക്കാതെ, ഈ മുന്നറിയിപ്പു മറക്കാതെ, ഈ മുന്നറിയിപ്പ് മറക്കാതെ.